ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു സ്വീറ്റാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗുലാബ് ജാമുനാണ്. ഇത് നമ്മൾ ബ്രെഡ് കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബ്രെഡ് ഗുലാബ് ജാമുൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ഗുലാബ് ജാമുൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഗുലാബ് ജാമുന് വേണ്ടിയിട്ടുള്ള ബ്രെഡൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ബ്രെഡ് ഞാനിപ്പോൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സൈഡ് കട്ട് ചെയ്യാതെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡ് മിക്സിയുടെ കപ്പിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 8 പീസ് ബ്രെഡാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ച് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് മിക്സിയിൽ തന്നെ പൊടിച്ചെടുക്കണമെന്നില്ല, കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. മിക്സിയിലാണെങ്കിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഈ ബ്രെഡൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഈ ബ്രെഡ് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ബൗളിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ഒരു 4-5 സ്പൂൺ പാൽ ഇതിലേക്ക് ആദ്യമേ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പാൽ ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ബ്രെഡ് ചെറിയൊരു ബോൾ പോലെ ആക്കി എടുക്കാനുള്ള പാകത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരുപാട് പാലിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇത് നമുക്ക് കൈകൊണ്ട് ചെറിയൊരു ബോൾ പോലെ ആക്കി എടുക്കാനുള്ളതാണ്. അപ്പോൾ അതൊന്ന് കുഴഞ്ഞു കിട്ടാനുള്ള പാകത്തിന് മാത്രം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ വീണ്ടും 2-3 സ്പൂൺ പാലും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ടൊന്ന് കുഴച്ച് നോക്കാം. ചെറിയ ബോൾ ആക്കി എടുക്കാനുള്ള പാകത്തിനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിനെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് ഒരു ബോൾ പോലെ ആക്കി എടുക്കാനുള്ള പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 കൈ കൊണ്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ അതാ ആദ്യമത്തേത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുഴുവനും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ മുഴുവനും ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ 8 ബോൾസാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിലൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ ബോൾസും അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഈ ബോൾസ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ സ്പൂൺ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി വരും. അപ്പോൾ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയി വരണം. അപ്പോൾ അതുവരെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. സ്പൂൺ കൊണ്ട് ഇതുപോലെ പതിയെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബോൾസ് എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് നമുക്ക് 8 ബോൾസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് പീസസ് കൂടുതൽ എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര പാൻ റെഡിയാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. ഇപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 2 ഏലക്കായും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ പഞ്ചസാര പാനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര പാനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി, തിളച്ച് കുറുകുമൊന്നും വേണ്ട. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിമും അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതൊരു 1/2 ഹവറെങ്കിലും ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബോൾസിനുള്ളിലൊക്കെ ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് പിടിക്കും. പിന്നെ പഞ്ചസാര പാനി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് ബോൾസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ
ജാമുൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ളതാണ് ബ്രെഡ്. അപ്പോൾ ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. താങ്ക്